എൻ്റെ ഗാർഡനിലെ ചിറ്റയുടെ ഗാർഡനാണ്. ചിറ്റയുണ്ട് അവിടെ ചെയ്യുന്നുണ്ട്, കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഗാർഡനിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ കിണറാണ്. ഇതാണ് ഫസ്റ്റ് തുടങ്ങുന്നത് പ്ലാന്റ് അല്ല, ഒരു ട്രീ, കോക്കനട്ട് ട്രീ. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു കറി ലീവ്സ് ട്രീ എന്താ പറയാം. ഇത് നമ്മുടെ എന്താണ് ജാസ്മിൻ. പിന്നെ അതിന് ശേഷം ഇതൊരു പീനട്ട് ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല, ഒരു ലീഫാണ്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ പീനട്ട്, ഇതതിൻ്റെ പൂവ് അല്ല, ഇതാണ് അതിൻ്റെ പൂവ്. ഇതതിൻ്റെ പച്ചക്കായ്. ഈ കായ ഉണ്ടാകുന്നതിന് മുന്നേ ഇങ്ങനെയാണ്. ഇതിൻ്റെ കായ ഏതാണെന്ന് ഞാൻ കാണിക്കാം. അവിടെ ഓറഞ്ച് കളറിലിരിക്കുന്നതാണ് ഇതിൻ്റെ കായ്. ഇത് ഇനിയും കളർ വെക്കും എന്നാണ് പറയുന്നത്, റെഡ് കളറാകും. പിന്നെ ഇവിടെ മാറിയിരിക്കുന്ന ഇയാളാണ് ഇങ്ങനൊരു പൂ. ഇത് നല്ല കറയുണ്ട്, ഉടുപ്പിലൊക്കെ പറ്റിയ പൂവേ ഇല്ല. ഇതാണ് ഈ സൈഡിലുള്ള പ്ലാന്റ്സ്. ഈ സൈഡിൽ ഇനി ഇച്ചിരിയും കൂടെ പ്ലാന്റ്സ് ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇതൊരു ചെടി, യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ലീവ്സ് ഉള്ള ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ടയൊക്കെ മുറിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഒരു ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടി. ഇത് തുളസി. ഇതെന്തോ ഒരു പൂ, ഇതും തുമ്പപ്പൂ, ഇത് തുളസി. അപ്പോൾ നമുക്കിനി ഈ സൈഡിലോട്ട് പോവാം. ഫസ്റ്റ് കാണുന്നത് തന്നെ ഈ ബെഡ സാധനം. ഈ ബെഡ ചെടി എന്താണെന്നാണ് എനിക്കറിയില്ല. ഇത് ഹ്യൂജ് വളരണമെങ്കിൽ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. ഇപ്പുറത്തോട്ടൊക്കെ കിടക്കുന്നുണ്ട്, ഇപ്പുറത്തോട്ടൊക്കെ ഉണ്ട് അത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് വരുന്നത് ഈ ഒരു ചെടിയാണ്. ചെടിയുടെ പേര് ഒന്നും എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ഫിഷിനെയൊക്കെ ഇടുന്ന അക്വേറിയത്തിൽ വെക്കുന്ന ഒരു ചെടിയല്ലേ, ഒരു ഗ്ലാസ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്ന ബോട്ടിൽ, അതുപോലത്തെ ഒക്കെയാണ് ഈ പ്ലാന്റ്. പിന്നെ അടുത്തതായി വരുന്നത് ഈ യെല്ലോ പൂക്കളുള്ള പ്ലാന്റാണ്. ഈ യെല്ലോ പൂക്കളുള്ള പ്ലാന്റ് പേരെനിക്കറിയില്ല. അടുത്തതെന്ന് പറയും ഈ പ്ലാന്റിനെ കൂട്ട് ഒത്തിരി സ്പേസ് ഒക്കെ ചെയ്ത് വളരുന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. പക്ഷേ ഇതിപ്പോൾ കരിഞ്ഞു പോയി പാതി സ്ഥലം. അതിനുശേഷം ഇതാണ് മഞ്ഞപ്പൂക്കളുടെ ബാക്കി. ഈ പിങ്ക് കാണുന്ന വോൾസം, ഇതൊരു ചെടി, മറ്റേ മേരിഗോൾഡ്, തുമ്പ. പിന്നാണ്ട് ഈ വയലറ്റ് ഉണ്ട് ചെറിയതായിട്ട്, ഈ വൈറ്റ്. ഇതൊക്കെ എന്താണ് 4 മണി 2 മണി 1 മണി ആവട്ടെ എന്തൊക്കെയോ. ഇതും അതുപോലെ തന്നെ ഒന്നാണ്. പിന്നെ ഇത് കൂടാതെ ഇത് വോൾസിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പൂവാണുള്ളത്. സോഫ്റ്റാണ് കേട്ടോ ഈ പൂ. സ്റ്റമ്മും ലീഫും ഒക്കെ സോഫ്റ്റാണ്, പക്ഷെ ചൊറിയും ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഇത് മറ്റേ മേരിഗോൾഡിൻ്റെ ഒത്തിരി. പിന്നെ വോൾസം. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് എന്താണെന്നറിയില്ല. പിന്നെ ഒരു വയലറ്റ് പൂവുള്ളതുണ്ട്. അതിനുശേഷം റെഡ് ലീവ്സ് ഉള്ളത്. പിന്നെ ഇങ്ങനത്തേത് മണി പ്ലാന്റ് ഒക്കെ ഞങ്ങൾ അങ്ങ് വളർത്തി വലുതാക്കി വെക്കുവാണ്. അതിനുശേഷം ഇത് പീനട്ട് ഫ്രൂട്ട്. ഇത് എന്തോ ഈച്ചയൊക്കെ ഇരിക്കുന്നതുകൊണ്ടോ ഞാൻ അതിനെ തട്ടി വിട്ടു. പിന്നെ ഇത് അപ്പൂപ്പൻ താടിയുടെ മരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഗാർഡൻ എന്ന് പറയുന്നത്. എൻ്റെ ഗാർഡനിലാണ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ.